ശ്രദ്ധിക്കുകയും മറിയത്തിന്റെ സഹകരണം എന്ന് പറയുന്നത് മറിയത്തിന്റെ സ്വസ്ഥഗീതമില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വസ്ഥഗീതമില്ലേ, അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങള് ശരിക്കും പറഞ്ഞ സാമൂലിന്റെ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞ സ്വസ്ഥഗീതങ്ങളാണ് ഇല്ലേ. 1 സാമൂൽ 2:1. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പൊ ഇതാണ് മറിയം സ്വസ്ഥഗീതത്തിൽ പറയണത്. എടുത്തേ ലുക്കാ 1:46. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് 2 സെയിം അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു. ആ കുഞ്ഞ് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതില് സ്വസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്ന സ്വസ്ത്രഗീതത്തിന്റെ ഭാഗങ്ങള് ഹന്നായുടെ സ്വസ്ത്രഗീതമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ആ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാൾ താമസിച്ചപ്പോഴേ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും അമ്മക്കറിയാം. കാര്യം എന്താണ്? ഒരാവശ്യം വന്നപ്പോ സാബുവിന്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയത്തിന്റെ സ്വസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവ് ആയിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അപേക്ഷിച്ചിട്ട് മനുഷ്യാവതാരത്തിന്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കണം. ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ അഭിനിച്ച് തോന്നണം. അങ്ങനെ തോന്നിയാൽ ദൈവത്തിന് അവസാനം ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അപേക്ഷിച്ച പോലെ നമ്മളെ ആകർഷിക്കും ദൈവം. അപ്പൊ ദൈവവിളിയിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് ആകർഷണത്തിന്റെ ഘട്ടം, രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി. അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം, ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം.